ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇതുവരെയും വിശ്വജിത്തിൻ്റെയോ അല്ലെങ്കിൽ പാറുവിൻ്റെയോ തീരുമാനം എന്താണ്? അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? പാറുവിൻ്റെയും വിശ്വജിത്തിൻ്റെയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് എന്നുള്ള ഒരു കാര്യവും പല്ലവിക്കോ പല്ലവിയുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ സേതുവിൻ്റെ വീട്ടുകാർക്കോ ആർക്കും തന്നെ അറിയത്തില്ല. പക്ഷേ ഈ സത്യങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന ഒരൊറ്റ ഒരാൾ ഇന്ദ്രൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ദ്രൻ വിശ്വജിത്തിനെ തിരികെ വീട്ടിലോട്ട് കൊണ്ടുവന്നതും വിശ്വയോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നതും. പക്ഷെ ഇതെല്ലാം എന്തിനാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വിശ്വയെ തിരികെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് വിശ്വയ്ക്കും പിന്നെ രാജലക്ഷ്മിക്കും മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ ഇന്ദ്രൻ സത്യം ചെയ്യുന്നുണ്ട്. അതും കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെച്ചിട്ടാണ് സത്യം ചെയ്യുന്നത്. ഇനി ഒരു കാരണവശാലും വിശ്വയെ ഞാൻ വേദനിപ്പിക്കത്തില്ല, ഞാൻ കാരണം വിശ്വ വേദനിക്കാനോ അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്തു. അത് രാജലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷം തന്നെയായിരുന്നു. തൻ്റെ മക്കള് ഒരിക്കലും വഴക്കുണ്ടാക്കാതെ സന്തോഷത്തോടു കൂടി തൻ്റെ മുന്നിൽ ജീവിക്കണം, അതാണ് രാജലക്ഷ്മിയുടെയും ആഗ്രഹം. അതെല്ലാം സംബന്ധിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് രാജലക്ഷ്മി. പക്ഷേ അവിടെ രാജലക്ഷ്മിക്ക് അറിയത്തില്ലല്ലോ, അല്ലെങ്കിൽ വിശ്വസിക്കും അറിയത്തില്ല, ഇന്ദ്രൻ മനസ്സിൽ ഒരുപാട് കണക്കുകൂട്ടലുകൾ നടത്തിയതിന് ശേഷമാണ് വിഷയം കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. വിശ്വ പിറ്റേ ദിവസം തന്നെ രാവിലെ നേരെ പോയി വക്കീലിനെ കണ്ടു. കാട്ടൂരാനെ കണ്ടതിന് ശേഷം വിശ്വയും പല്ലവിയുടെ അനിയത്തിയായ പാറുവും വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്, അവരുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് നിൽക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞു. അത് കേട്ടപാടെ തന്നെ കാട്ടൂരാന് ഭയങ്കര ദേഷ്യം വന്നു. ദേഷ്യം മാത്രമല്ല, ഒരു അത്ഭുതം തോന്നി. ഒരു കാരണവശാലും ആ വിവാഹം നടക്കാൻ പാടില്ല. ആ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഈ കേസിൽ നമ്മൾ തോറ്റുപോകുമെന്ന് കാട്ടൂരാൻ പറഞ്ഞു. എന്നാൽ തിരിച്ചിന്ദ്രൻ ചോദിച്ച ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ കേസിൽ തോറ്റില്ലേ? വിശ്വ വന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് തെളിവ് സഹിതം കാര്യങ്ങൾ പറഞ്ഞു. മാത്രമല്ല ഇപ്പോൾ ആ ഒരു വിശ്വ സത്യം തുറന്നു പറഞ്ഞു എന്നുള്ള അല്ലാതെ തന്നെ ഈ സത്യങ്ങൾ എല്ലാവരോടുമായിട്ട് വിശ്വ വിളിച്ചു പറഞ്ഞതാണ്. പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ തെളിവും അവൻ ഹാജരാക്കിയതാണ്. അപ്പോൾ പിന്നെ എന്തായാലും എനിക്കെതിരെ അല്ലേ കേസ് നിൽക്കുന്നത്, അതായത് ഞാൻ ഈ കേസിൽ തോറ്റുപോകത്തില്ലേ? പക്ഷേ ഇപ്പോൾ വിശ്വയ്ക്കും പാറുവിനും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് വേറൊന്നിനുമല്ല, പാറു വിവാഹം കഴിഞ്ഞ് തിരികെ ഇന്ദ്രപ്രസ്ഥത്തിൽ വരണം. അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാറുവിനെ വെച്ചിട്ട് എനിക്ക് പല്ലവിയോട് ബ്ലാക്ക് മെയിൽ ചെയ്യാം. പല്ലവി ഈ ഒരു കേസിൽ നിന്ന് പിന്മാറുകയോ ഡിവോഴ്സ് നേടുകയോ അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കുകയോ എന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പാറുവിൻ്റെ ജീവിതം തകർക്കും, അല്ലെങ്കിൽ പാറുവിനെ കൊല്ലും എന്നെങ്ങാനും ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ പല്ലവി ഒരിക്കലും എന്നെ വിട്ടു പോകത്തില്ല, എൻ്റെ നിയന്ത്രണത്തിൽ തന്നെ നിൽക്കും. ഇതാണ് ഇന്ദ്രൻ്റെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ദ്രൻ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. പക്ഷേ അത് അവസാനം പാറു കാരണം പല്ലവിക്ക് വലിയൊരു ആപത്താണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും പാറു ചിന്തിക്കുന്നില്ല. പാറുവിൻ്റെ മുന്നിൽ തൻ്റെയും വിശ്വയുടെയും ജീവിതം മാത്രമേ ഉള്ളൂ. മറിച്ച് അവിടെ തൻ്റെയും വിശ്വയുടെയും ജീവിതം സേഫ് ആക്കുമ്പോൾ ചേച്ചിയുടെ ജീവിതം തകരുമെന്നുള്ള കാര്യം പോലും പാറു ചിന്തിക്കുന്നില്ല. ഇതൊന്നും അറിയാതെ പാറുവിനോട് ഭയങ്കര സന്തോഷത്തിലാണ് പല്ലവിയുമായിട്ട് പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി ഡ്രസ്സ് മേടിച്ചു. തിരികെ വന്നതിന് ശേഷം പല്ലവി തന്നെ പാറുവിൻ്റെ തലയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാറുവിനോട് അത്രത്തോളം സ്നേഹം കാണിക്കുവാണ്. പക്ഷേ ഇതിലെല്ലാം പാറു ഓരോ നിമിഷവും പറയുമ്പോഴും ഇനി ഇത് പറ്റത്തില്ലല്ലോ, ഇനി ചേച്ചിയുടെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പല്ലവിയുടെ മനസ്സിലെന്താ, പാറു അങ്ങ് അമേരിക്കയിൽ പോകുവാണ്, ഇനി ഇപ്പോഴൊന്നും കാണാൻ പറ്റത്തില്ല എന്നാണ്. എന്നാൽ ഞാൻ എന്നേക്കുമായിട്ട് വിശ്വയുടെ ഭാര്യ ആവാൻ വേണ്ടിയിട്ട് പോകുവാണ്, അതുകൊണ്ടാണ് താൻ ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് പല്ലവിയും ചിന്തിക്കുന്നില്ല. എന്നല്ല, പല്ലവിക്ക് അറിയത്തില്ലല്ലോ, പിന്നെ എങ്ങനെ ചിന്തിക്കാനാണ്? അങ്ങനെ ഈ ഒരു പ്രശ്നമാണ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പാറുവിൻ്റെയും വിശ്വയുടെയും ജീവിതം വെച്ചിട്ട് ഇന്ദ്രൻ ഒരു കളി കളിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. ഇതിനിടയിൽ പ്രതാപൻ കള്ളും കുടിച്ചു വന്ന് പൊന്നുമടത്തിൽ കാട്ടിക്കൂട്ടിയ ബഹളവും എല്ലാം ഭയങ്കര ഒരു സംസാരമായിരുന്നു. അതുകൊണ്ട് പ്രതാപൻ അവിടെ കാണാനായിട്ട് പൂർണിമയെയും സേതുവിനെയൊക്കെ കണ്ട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ അകത്ത് വന്നതിന് ശേഷം അവിടെ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഓടിച്ചു വിടാനായിട്ട് നോക്കുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പ്രതാപൻ പതുക്കെ അകത്തോട്ട് കയറിയത്.
നോക്കുമ്പോൾ ഇവിടെ ആരെയും കണ്ടില്ല, ബേബി ചേച്ചി മാത്രമേ ഉള്ളൂ, വേറെ ആരെയും കണ്ടില്ല. അപ്പോൾ പതുക്കെ നോക്കി അങ്ങനെ ബേബി ചേച്ചിയോട് പൂർണിമയെ പറ്റി അന്വേഷിച്ചപ്പോൾ പൂർണിമ അകത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ പൂർണിമയെ പോയി കണ്ടു, സംസാരിച്ചു. താൻ ചെയ്തത് താൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണ്, ഞാൻ കള്ളും കുടിച്ചു എന്ന് ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിച്ചു എന്ന് എനിക്ക് തോന്നി. അത് ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണ്, എന്നോട് ചേച്ചി പൊറുക്കണം, എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം, എന്നെ വെറുക്കരുതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് നാടകങ്ങൾ അവിടെ പ്രതാപൻ കാട്ടിക്കൂട്ടി. നമ്മൾ പ്രതാപൻ ഈ നാടകം കളിച്ച് മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് പ്രതാപന്റെ നാടകത്തിൽ എല്ലാവരും വീഴും, എന്നിട്ട് പ്രതാപനെ എല്ലാവരും വീണ്ടും സ്നേഹിക്കും എന്നായിരുന്നു നമ്മൾ പ്രതാപന്റെ മനസ്സിലിരിപ്പ്. പക്ഷേ പൂർണിമ കണ്ടപാടെ തന്നെ പ്രതാപനോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, ഒരു ചോദ്യമുണ്ട്. നീ ഇന്നലെ പറഞ്ഞില്ലേ പ്രതാപ, ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാനായിട്ട് ഒരു വലിയൊരു ശത്രു പുറത്ത് നിൽക്കുന്നുണ്ടെന്ന്, അതേത് ശത്രുവാ എന്ന് പ്രതാപനോട് പൂർണിമ ചോദിച്ചു. ശത്രു ചേച്ചി? അങ്ങനെയൊന്നുമില്ല, ഞാനത് ആ വെള്ളത്തിന്റെ പുറത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞതല്ലേ, രക്ഷപ്പെടാനായിട്ട് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ ബെബ്ബ അടിച്ചുകൊണ്ട് പ്രതാപൻ സംസാരിച്ചു. പൂർണിമയെ പറഞ്ഞു, നീ ഇപ്പോൾ ശത്രു ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ശത്രു വന്നാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ഈ പൊന്നുമടത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഞങ്ങളെ തോൽപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി നീയല്ല വേറെ ആര് വന്നാലും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അഥവാ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ പൊന്നുമടത്തിലുള്ള എല്ലാവരും തന്നെ വിചാരിക്കണം എന്നാണ് പ്രതാപന്റെ മുഖത്ത് നോക്കി പൂർണിമ സംസാരിച്ചത്. അപ്പൊ ഇത്രയും ചേച്ചിയുടെ ഉപദേശം കേട്ടപ്പോൾ ചേച്ചി എന്നോട് ക്ഷമിച്ചു എന്ന് പ്രതാപനും വിചാരിച്ചു. പക്ഷേ ഏറ്റില്ല. പ്രതാപനെ അപ്പം തന്നെ പൂർണിമ ആ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കി. നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല, എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണം നീയാണ്, എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലെ കാരണവും നീയാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും നിന്നോട് ക്ഷമിക്കത്തില്ല എന്ന് പൂർണിമ പറഞ്ഞു. മാത്രമല്ല ബേബി ചേച്ചിയെ കൊണ്ട് ആ വീട്ടിൽ നിന്നും അടിച്ചോടിക്കുകയും ചെയ്തു. ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ പൂർണിമയെ വേദനിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഋതു ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നില്ല, ആരോടും ഒന്നും സംസാരിക്കുന്നില്ല, കളിച്ച് ചിരിച്ച് നടക്കുന്നില്ല. ഋതു ദേഷ്യപ്പെട്ട് നടന്നാൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു, അവളുടെ പ്രസൻസ് എല്ലാവർക്കും കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഒരു റൂമിൽ ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ പൂർണിമ തന്നെ എല്ലാവരെയും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്ന സമയത്ത് ഋതുവിനോടും പറഞ്ഞു. എന്നാൽ ഋതു സോഫയിൽ ഇരിക്കുമായിരുന്നു ഹാളിൽ. അപ്പോൾ ഋതു പറഞ്ഞു, എനിക്ക് വേണ്ട അമ്മേ, ഒരു വയ്യായിക പോലെ എനിക്ക് വേണ്ട, ഭക്ഷണമൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ ഇത് കേട്ടു വന്ന സ്വാതിയും സേതുവും ഒക്കെ ഋതുവിനെ നിർബന്ധിച്ചു, ഞങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും നീ കഴിക്കുക, പക്ഷെ എനിക്ക് വേണ്ട, വിശപ്പില്ല, ഇനി എന്തൊക്കെ നിർബന്ധിച്ചാലും എനിക്ക് വേണ്ട. അപ്പോൾ പൂർണിമ തിരിച്ചു ചോദിച്ചു, നിനക്ക് ആ ഒരു കമ്പനി വിട്ടുപോയതാണോ, കമ്പനിയിൽ ഒരുപാട് റൂള് കൊണ്ടുവന്നതാണോ നിന്റെ പ്രശ്നമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ അതൊന്നുമല്ല ഋതുവിൻ്റെ പ്രശ്നം. ഋതുവിൻ്റെ പ്രശ്നം വേറെയാണ്. പക്ഷെ അതെന്താണെന്ന് ഋതു തുറന്നു പറയാനായിട്ട് തയ്യാറല്ല. അപ്പോൾ ആ ഒരു ഋതുവിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു നീക്കം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ എല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട്. അത് അച്ചുവിനെ വേദനിപ്പിച്ചു. അച്ചുവിനെ വേദനിപ്പിച്ച സമയത്തും അച്ചു ഭയങ്കര സങ്കടത്തിലാണ്. ഹരി തൻ്റെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, നല്ല കച്ചവടം കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി അച്ചുവിനോട് വന്ന് സംസാരിച്ചതാണ്. അപ്പോൾ അച്ചുവിൻ്റെ മൂഡ് ഓഫ് കണ്ടിട്ട് കാര്യം തിരക്കിയപ്പോഴാണ് ഋതുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് അച്ചുവിൻ്റെ പ്രശ്നം. എന്നാൽ ഹരി പറയുന്നത് അത് അച്ചുവിന് വേറൊന്നുമല്ല, അച്ചു ഋതുവിന് ആ കമ്പനി വിട്ടുപോയതാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ അധികാരം വിട്ടുപോയതാണ്, അതൊക്കെയാണ് അവളുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നും അല്ല, അവൾ ഇങ്ങനെ അല്ല, എന്തോ അവൾക്ക് സംഭവിച്ചിട്ടുണ്ട്, കാര്യമായിട്ടുള്ള ഒരു സംഭവം അവളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെന്ന് അച്ചു തീർത്തും പറഞ്ഞു. എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അച്ചുവിന് എന്തോ വലിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ വലിയൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നമായിട്ട് മാറാൻ പോകുന്നത് വിശ്വജിത്തിൻ്റെയും പാറുവിൻ്റെയും വിവാഹം തന്നെയാണ്. ഈ വിവാഹത്തോടു കൂടി ആരുടെയൊക്കെ ജീവിതങ്ങളായിരിക്കും തകരാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.